കുളമാക്കിൽ ഗ്ലാസ് പിടിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊന്നുമല്ല. അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് എൻ്റെ മനസ്സിൽ ഈ കാര്യം വന്നത്. കലൂരെത്തിയപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യം മറന്നു വന്നു. കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം നടന്നതെന്ന് വിശ്വാസം. ഇവിടെ വന്നു ചെന്നപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ എനിക്ക് സംശയം വഴിതെറ്റിപ്പോയോ എന്ന് സംശയം ഉണ്ടായിരുന്നു. കാട്ടൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ സ്ഥലം. കുറച്ച് ചെന്നപ്പോൾ കുറച്ച് ആൾക്കാർ നിൽക്കാൻ കയ്യിൽ പിടിച്ച് തന്നെ. അപ്പോൾ മനസ്സിലായി ഇവിടെ തന്നെയാണ് മനസ്സിലായി. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ വൈഫിൻ്റെ ഉറക്കത്തിലായിരുന്നു. വൈഫിനെ ഉണർത്തി കുഞ്ഞുണ്ണിയുടെ കാര്യം പറഞ്ഞിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജാണ് കയറാന്നൊക്കെ പറഞ്ഞ പോലെ തയ്യാറായി. അപ്പോൾ ആന നിൽപ്പുണ്ട്. ഒട്ടകത്തിനൊരു പ്രതിമ ഇപ്പോൾ കാണാമായിരുന്നു. മേളിൽ സൈക്കിളായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് മേളിൽ. അപ്പോൾ അവരെല്ലാം ഒരു പാക്കേജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടൂർ പോലെ. ഇങ്ങനെ ആന സവാരിക്ക് 1000 രൂപ, പിന്നെ കിളികൾക്ക് ഫുഡ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്, അത് കാണാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകം പൈസയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ഓപ്ഷനും എടുത്തു, പിന്നെ കിളിയെ കാണാനുള്ള ഓപ്ഷനും എടുത്തു. കിളിക്ക് ഫുഡ് കൊടുക്കാൻ വേറെ പൈസയാണെന്ന് മനസ്സിലായി. നടന്ന് ഗ്ലാസ് ബ്രിഡ്ജ് മേളിൽ കയറി. അപ്പോൾ അമ്മയും ഞാനും കൂടി നടന്നു. വെള്ളം കിടപ്പുണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ. അപ്പോൾ വൈഫിന് പേടിയായിരുന്നു. പിന്നെ കുഞ്ഞുണ്ണിയായിട്ട് നടന്ന് ഫോട്ടോയൊക്കെ എടുത്തു. താഴെ ഇറങ്ങി. സൈക്കിൾ സവാരിക്ക് പോയില്ല. അതിന് ഈ കിളിക്കൂട്ടിലൊക്കെ പോയി. കിളിയിൽ ഇഷ്ടംമാതിരി ഫോറും കിളിയിലൊക്കെ കിടപ്പുണ്ട്. സൺകുന്നൂർ, ഗ്രേ പാരറ്റ്, പിന്നെ മെക്കാവോ ഇഷ്ടംമാതിരി വെച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടകപ്പക്ഷി ഇതിനെ കണ്ടു. അത് കഴിഞ്ഞ് അകത്ത് കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷയ്ക്ക് പേടി, വൈഫിന് പേടി. അങ്ങനെ അകത്ത് കയറണം എന്ന് പറഞ്ഞ് കിളിക്കൂട്ടിലെ കൊച്ചിന് ചുമ വരും പനി എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടംമാതിരി വ്യത്യസ്ത കിളികളുണ്ട്. കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് വേറെ വണ്ടി വന്നത്. അപ്പോൾ അതെല്ലാം തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു. അവർക്ക് ആനപ്പുറത്ത് കയറാൻ വന്നതാണ്. പണ്ടിതൊരു തറവാടായിരുന്നു. ഇവിടെ 5-6 ആനകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സായിപ്പന്മാരൊക്കെ മറമാരൊക്കെ ഇവിടെ വരുമായിരുന്നു ഈ ആനപ്പുറത്ത് കയറാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 3 ആന ചരിഞ്ഞു പോയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഐഡിയ തോന്നിയിട്ട് പിന്നെ ഇത് തുടങ്ങിയത് ഇങ്ങനെയൊക്കെ. അപ്പോൾ ആനപ്പുറത്ത് കയറുന്ന കുഞ്ഞിനെനിക്ക് ആഗ്രഹം വന്നു. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയാൻ പറഞ്ഞ് സമ്മതിച്ചു പോയി. പിന്നെ അവന് വാശിയായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒട്ടകത്തിൻ്റെ രൂപം അനങ്ങൾ. ശരിക്കും ഒട്ടകം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒട്ടകപ്പുറത്ത് കയറാൻ ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങൾ ക്യൂവിലായിപ്പോയി. കാരണം ഈ വണ്ടി വന്നവരെല്ലാം അപ്പം തന്നെ ബുക്ക് ചെയ്തു ആനപ്പുറത്ത് കയറാൻ വേണ്ടി. അപ്പോൾ ആനപ്പുറത്ത് കയറി അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടകത്തിന് പുറത്ത് കയറാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തു. 300 രൂപ ടിക്കറ്റ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് പിന്നെയും പ്രശ്നമായി. ഒരു കുഞ്ഞിൻ്റെ എന്തെങ്കിലും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഒട്ടപ്പുറത്ത് കയറണം. പിന്നെ അവനെ വിഷമിക്കണത് ഞാൻ ഒട്ടപ്പുറത്ത് കയറി. അപ്പോൾ നമ്മൾ ഒരു കാണുന്ന പോലെയല്ല, ഇത്തിരി പാടാണ് ഒട്ടപ്പുറത്തിരിക്കാൻ വേണ്ടി. ഇവനെ പെട്ടെന്ന് ഇരുത്തി. എനിക്ക് കയറി ഇരിക്കാൻ ഇത്തിരി പാടായിരുന്നു. അവിടെ നടന്നു ഒരു റൗണ്ട് വെച്ച് പോന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും പോയേക്കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിനക്കെല്ലാം ഫാമിലിയായിട്ട് പോകാൻ പറ്റും. എല്ലാവരും പോയി കാണുക. ആന സവാരിക്ക് 1000 രൂപയാണ് പറയുന്നത്. ഓരോ സമയം 3 പേർക്ക് കയറാൻ പറ്റും. പിന്നെ കുതിരയുണ്ട്. പിന്നെ നിലവിൽ ഒരു ആനയുടെ പുറത്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. വേറെ ആന നിപ്പുണ്ട്. അതിൻ്റെ പാർത്ഥസാരഥിയാണ്. അതിനെ ശരിക്കും നമുക്ക് കയറാനുള്ള ഇത് വെച്ചിട്ടില്ല അവർ. അത് അമ്പലത്തിൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അതിനെ. ഇനി കുതിര സവാരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബോട്ടിംഗ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അവരിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രകാശ് രാജായിരുന്നു, തമിഴ്നാടൻ. അതിൻ്റെ ഒരു റീൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ആരോ റീലിട്ടപ്പോഴാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇതുണ്ടെന്ന് മനസ്സിലായത്.